മുഖ്യമന്ത്രിയായിരുന്ന ചർച്ചകൾക്കിടെ ഡൽഹിയിൽ നിർണായക യോഗം. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും പങ്കെടുക്കും. ഡൽഹി വിമാനത്താവളത്തിൽ KC വേണുഗോപാലിന് വൻ സ്വീകരണമൊരുക്കി പ്രവർത്തകർ. This was the people of Kerala has given a full faith in Congress party and UDF alliance. They are having full faith in Rahul Gandhi and Mallikarjuna Kharge's leadership. So party will take 10 years of LDF government has created so many difficulties to the people. People are fed up with that government. That is why they choose Kerala UDF for their governance. PR അരവിന്ദ് ഡൽഹിയിൽ നിന്നും ചേരുമൊപ്പം ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്നും. നമ്മൾ ആദ്യം PR അരവിന്ദിലേക്ക് പോവുകയാണ്. അരവിന്ദ്, തിളക്കമാർന്നൊരു വിജയമാണ് സംസ്ഥാനത്ത് UDF-നുണ്ടായത്. ആ തിളക്കം അതേപോലെ നിലനിർത്തണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലടക്കം തർക്കങ്ങളൊന്നുമില്ലാതെ ഒരൊറ്റ പേരിലേക്ക് എത്തേണ്ടതുണ്ട്. നിലവിൽ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ നീക്കങ്ങൾ, കോൺഗ്രസിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? അമലനുജ, വൈകിട്ടോടുകൂടി തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ യോഗം ചേരുമെന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. നേരത്തെ 3 മണിയോടുകൂടി യോഗം ചേരുമെന്നതാണ് വ്യക്തമാക്കിയത്. പക്ഷേ അല്പസമയം മുമ്പ് മാത്രമാണ് KC വേണുഗോപാൽ ഡൽഹി വിമാനത്താവളത്തിലേക്ക് എത്തിയത്. അദ്ദേഹം ഉടൻ തന്നെ കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിയിലേക്ക് എത്തും എന്ന് നിലവിൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. 2 അജണ്ടകളാണ് പ്രധാനമായും ഈ യോഗത്തിലുള്ളത്. ആദ്യത്തെ അജണ്ട കേരളത്തിലെ AICC നിരീക്ഷകരെ നിയോഗിക്കുക, അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക. രണ്ടാമത്തത് TVKയുടെ ഒരു സഖ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. നമുക്കറിയാം, കേരളത്തിലേക്ക് മുതിർന്ന നിരീക്ഷകരെ അയക്കുവാനാണ് നിലവിൽ AICC തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ P ചിദംബരം, അതുപോലെ തന്നെ അശോക് ഗെഹ്ലോട്ട് അടക്കമുള്ള നേതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകുമെന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് AICC നേതൃത്വം വരിക. എന്നാൽ നിരീക്ഷകരെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാളെ തന്നെ നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തും. MLA-മാരുമായി ചർച്ച നടക്കും. അത് പ്രത്യേകം ചർച്ചകൾ നടത്തും. അതിനുശേഷം ഒരുമിച്ചും MLA-മാരെ നിരീക്ഷകർ കാണും. അതിനുശേഷമായിരിക്കും ആർക്കാണ് കൂടുതൽ പിന്തുണയുള്ള എന്ന കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കുക. അതിനുശേഷമായിരിക്കും ഹൈക്കമാൻഡ് ഇതിലൊരു തീരുമാനം അറിയിക്കാൻ പോകുന്നത്. എന്തായാലും ഡൽഹിയിൽ നിന്ന് ആരെയൊക്കെ ആയിരിക്കും കേരളത്തിലേക്ക് അയക്കുക എന്നതാണ് നിലവിൽ ചർച്ചകൾ നടക്കാൻ പോകുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ സച്ചിൻ പൈലറ്റ്, അതുപോലെ തന്നെ ഇമ്രാൻ പ്രതാപ് കടി, KJ ജോർജ് അടക്കമുള്ളവരെ നിരീക്ഷകരായി ചുമതലപ്പെടുത്തിയിരുന്നു. അതിലാരെങ്കിലും ഈ നിരീക്ഷക പട്ടികയിൽ ഉണ്ടാകുമോ എന്നതും ഉറ്റുനോക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ മുതൽ ഉണ്ടായിരുന്നവർ ഈ പട്ടികയിൽ ഉൾപ്പെടുകയാണെങ്കിൽ അത് ഈ തീരുമാനത്തെ കൂടുതൽ സഹായിക്കും എന്നതാണ് AICC നേതൃത്വം നിലവിൽ വിലയിരുത്തുന്നത്. എന്തായാലും 5 മണിയോടുകൂടി യോഗം ചേരും എന്നതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ അല്പസമയം കൂടി വൈകാൻ സാധ്യതയുണ്ട്. എന്തായാലും KC വേണുഗോപാൽ ഡൽഹിയിലേക്ക് എത്തിയപ്പോൾ വലിയ വരവേൽപ്പാണ് KCക്ക് ഡൽഹിയിൽ ലഭിച്ചിരിക്കുന്നത്. KCക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ KC നയിച്ച പങ്ക് അത് വളരെ വലുതെന്നാണ് ഇവിടെ എത്തിയ ഓരോ യൂത്ത് കോൺഗ്രസ്, അതുപോലെ തന്നെ DPCC പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. ഡൽഹി പ്രദേശ് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിലാണ് KC വേണുഗോപാലിന് ഇവിടെ ഒരു സ്വീകരണം ലഭിക്കുകയും KC തന്നെ കേരള മുഖ്യമന്ത്രിയാകണമെന്നൊരു മുദ്രാവാക്യമെല്ലാം പല പ്രവർത്തകരും ഉയർത്തി കഴിഞ്ഞു. എന്തായാലും എല്ലാ തീരുമാനങ്ങളും ഹൈക്കമാൻഡിനാണ് നിലവിലെ കോൺഗ്രസ് നേതാക്കൾ വിട്ടു നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ ഒരു ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കുവാനും കോൺഗ്രസ് നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉടൻ തന്നെ നിരീക്ഷകരെ തീരുമാനിച്ച് അവരെ നാളെ തന്നെ കേരളത്തിലേക്ക് അയക്കുവാനാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കാൻ പോകുന്നത്. വൈകിട്ടോടുകൂടി കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിയിലാണ് ഈ കൂടിക്കാഴ്ചകൾ നടക്കുക. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഈ കൂടിക്കാഴ്ചയിൽ പങ്കാളിയാകും. അമൽ, അനുജ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.